കാരണം ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് രാജ്യത്തിനകത്തുള്ള ശത്രുക്കളുടെ എണ്ണം എത്രയാണ്, എത്ര പേരാണ് ഉള്ളിൽ പാകിസ്ഥാനെ പ്രേമിച്ച് നടക്കുന്നത്, ഇന്ത്യ വിരുദ്ധതകൾ ഉള്ളിൽ ഒളിപ്പിച്ച് എത്ര പേരാണ് ഇന്ത്യൻ പൗരത്വവും പേരി കപടന്മാരായിട്ട് തക്കിയ എടുത്ത് അണിഞ്ഞു ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കൂടി ഒരു സാഹചര്യം നമുക്ക് ഈ സാഹചര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. വളരെ നല്ലത്. അപ്പോൾ ഇന്ദിരാജി ശരി, ഞങ്ങളുടെ ഇന്ദിരാജി ഉണ്ടായിരുന്നെങ്കിൽ എന്തോ ഉഹുദുമലയും കൂടി മറിച്ചു വെക്കുമായിരുന്നു, ഹിമാലയ പർവ്വതം പൊക്കിപ്പിടിച്ച് താങ്ങി നിർത്തുമായിരുന്നു, താണ്ഡവമാടുമായിരുന്നു, നടന വിസ്മയം നടത്തുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ ആളുകൾ എന്ത് മലമറയ്ക്കുമെന്നാണ് ഈ കോൺഗ്രസ് പറയുന്നത്. അതിനെ സംബന്ധിച്ച് വളരെ വിശദമായ രൂപത്തിൽ അനുഭവ പരിജ്ഞാനമുള്ള ആളുകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നമുക്ക് ക്ലാസുകൾ എടുക്കുന്നുണ്ട്. കഞ്ഞിക്കുഴി രാഷ്ട്രീയം എന്നാണ് അവരതിനെ വിളിച്ചത്. ഇന്ദിരാഗാന്ധി വളരെ ശക്തയായ ഒരു ഭരണാധികാരിയായിരുന്നു, സംശയമൊന്നുമില്ല. പക്ഷേ പലർക്കും അങ്ങനെ ഒരു ധാരണയും ഉണ്ട്, തെറ്റിദ്ധാരണ. അങ്ങനെ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, പറഞ്ഞുതരാം. ഇന്നൽ ആക്കിലേക്ക് ഫെലിഷാറാന്ന ബുദ്ധിമാന് സൂചന മതിയെന്ന ചില കാര്യങ്ങൾ അങ്ങോട്ട് മനസ്സിലാക്കാൻ. അപ്പോൾ തൽക്കാലം നമുക്ക് ചില സൂചനകൾ മാത്രം എടുത്തു പോകാം. 1971 തിരിച്ചു പോകണം. 2025 കുറെ ബോറടിക്കുന്നില്ലേ, നമുക്കൊന്ന് 71 തിരിച്ചു പോകാം. അപ്പോഴാണ് ജമാഅത്തെ ഇസ്ലാമിയും അവാമി ലീഗും നമ്മുടെ കാക്കാമാര് എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ചെയ്തു കൂട്ടുന്നതെന്നൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കണ്ടേ. അങ്ങനെ 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ദിരാഗാന്ധി എന്തോ വലിയ മഹാസംഭവമാണ് എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുന്നത്. അതെ, ഇന്ദിരാഗാന്ധി ഷിംല കരാറ്, അന്നത്തെ പാകിസ്ഥാൻ പ്രസിഡന്റ് സുൽഫീഖർ അലി ഭൂട്ടോ, ശരി, അവരുമായി ഒപ്പിട്ടതിന്റെ പിന്നിലെ സാഹചര്യങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ എത്രമാത്രം പൊള്ളയായ ഒരു തീരുമാനമായിരുന്നു അത് എന്ന് നമുക്ക് മനസ്സിലാക്കും. 93,000 പാകിസ്ഥാനി സൈനികരെ കയ്യിൽ കിട്ടിയിട്ട് പോലും ഇന്ദിരാഗാന്ധിക്ക് അന്ന് പ്രധാനമായും ആവശ്യമുണ്ടായിരുന്നത് പാകിസ്ഥാനി മിലിറ്ററി കോടതി വധശിക്ഷ വിധിച്ച് ജയിലിൽ കഴിയുന്ന ജീവനോടെയുള്ള ഷെയ്ഖ് മുജീബുർ റഹ്മാനെ ആയിരുന്നു. മനസ്സിലായില്ലേ? നമ്മുടെ ഷെയ്ഖ് ഹസീനയുടെ പിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ. 93,000 പാകിസ്ഥാനി സൈനികരാണ് കയ്യിലുണ്ടായിരുന്നത്. ഇന്നായിരുന്നെങ്കിൽ നരേന്ദ്രമോദി ശക്തമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുമായിരുന്നു, ഒരു സംശയവുമില്ല. എന്നിട്ട് ബംഗ്ലാദേശ് സൃഷ്ടിച്ചു അവിടെ. എന്നിട്ട് അവിടെ ഒരു മുജീബുർ റഹ്മാൻ ഇല്ലായിരുന്നെങ്കിൽ അത് പരാജയമായിരുന്നു എന്നാണ് അവർ കരുതിയത്. ഒരു മുജീബുർ റഹ്മാന് മാത്രമേ ഒരു ബംഗ്ലാദേശിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നവർ വിചാരിച്ചു. അങ്ങനെ ഈസ്റ്റ് പാകിസ്ഥാൻ സർക്കാരിന്റെ മുൻ സെക്രട്ടറിയായ മുസാഫിർ ഹുസൈൻ, അയാളുടെ ഭാര്യ ലൈല, യുദ്ധം നടക്കുന്ന സമയത്ത് ലണ്ടനിൽ കുടുങ്ങിക്കിടക്കുന്നു. അവരുടെ ഭർത്താവ് ഹുസൈൻ ഇന്ദിരാഗാന്ധിയുടെ പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശപ്രകാരം അവരുടെ സെക്രട്ടറി DP ധർ അദ്ദേഹത്തിന്റെ വീട്ടിൽ അതിഥിയായി താമസിച്ചിരുന്ന ഒരു കാലമായിരുന്നു അത്. അങ്ങനെ ലൈലയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി സുൽഫീഖർ അലി ഭൂട്ടോയും തമ്മിൽ വളരെ അടുത്ത സൗഹൃദമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ഇന്ദിരാഗാന്ധി ഒരു ബാക്ക് ചാനൽ ഡിപ്ലോമസി എന്ന നിലയിൽ വാഷിംഗ്ടണിൽ നിന്ന് ഇസ്ലാമാബാദിലേക്ക് പോകുന്നത് വഴി ഹീത്രൂ എയർപോർട്ടിൽ ഇറങ്ങുന്ന ഭൂട്ടോയോട് ലൈല വഴി സംസാരിച്ച് എന്താണ് അദ്ദേഹത്തിന്റെ മനോഭാവം എന്നറിയാൻ ഒരു ചുമതലപ്പെടുത്തി. അങ്ങനെ ധർ അന്നത്തെ ലണ്ടൻ ഡിപ്ലോമാറ്റ് ഉദ്യോഗസ്ഥനായ ശശാങ്കസ് ബാനർജി എന്ന വ്യക്തിയോട് പറയുകയും അത് ബാനർജി പിന്നീട് അത് ലൈലയെ അറിയിക്കുകയും ചെയ്യുന്നു. ലൈല, നിനക്ക് എന്താണ് വേണ്ടത് എന്ന് എനിക്കറിയാം. നീ ഇന്ദിരാഗാന്ധിയിൽ നിന്നൊരു സന്ദേശവുമായി വന്നതാണ് എന്ന് എനിക്ക് മനസ്സിലാകും. ഞാൻ ഓഫീസിൽ ചെന്ന് ചാർജ് എടുത്താൽ റഹ്മാനെ മോചിപ്പിക്കും. പകരം എന്താണ് വേണ്ടത് എന്ന് ഞാൻ പറയാം. ഭൂട്ടോ നൈസായിട്ട് ഭീഷണിപ്പെടുത്തിയതാണ് എന്ന് പോലും ഇന്ദിരാഗാന്ധിക്ക് അത് കേട്ടപ്പോൾ മനസ്സിലായിട്ടില്ല. അതാണ് അവിടുത്തെ ഹൈലൈറ്റ്.
മുജീബ് റഹ്മാനെ മോചിപ്പിക്കുന്നതിന് പകരം എന്ത് വേണം എന്ന് ഭൂട്ടോ പറയും, അതനുസരിച്ചോളണം. എങ്ങനെയുണ്ട്? യുദ്ധം തോറ്റു. അങ്ങനെ 93,000 പാകിസ്ഥാനി പട്ടാളക്കാര് പിടിയിലായി നിൽക്കുന്ന, ഭൂമി നഷ്ടപ്പെട്ട് നിൽക്കുന്ന ശത്രു രാജ്യത്തെ പ്രധാനമന്ത്രി ഇങ്ങനെ അറിയിച്ചപ്പോൾ ഇന്ദിരാഗാന്ധി സന്തോഷിച്ചു. 93,000 പാകിസ്ഥാൻ സൈനികർ പോയാലും സാരമില്ല, മുജീബ് റഹ്മാൻ രക്ഷപ്പെടുമല്ലോ. റാവൽപിണ്ടി കോടതിയുടെ ഉത്തരവിനെ മറികടന്ന് ഭൂട്ടോ റഹ്മാനെ മോചിപ്പിച്ചു. അതിനുശേഷം 93,000 പാകിസ്ഥാൻ സൈനികരെ ഇന്ത്യ വിട്ടുകൊടുത്തു. എന്നാ ബംഗ്ലാദേശ് നിൽക്കുന്നത് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാനാ. കാര്യം പിടികിട്ടിയില്ലേ? നല്ല തീരുമാനമായിരുന്നില്ലേ? അതായത് ഇന്ത്യയിലെ 29 സാധാരണക്കാരായിട്ടുള്ള വിനോദസഞ്ചാരികളെ പാകിസ്ഥാന്റെ തീവ്രവാദ സംഘടന കൊന്നുകളഞ്ഞപ്പോൾ, ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് കൊന്നുകളഞ്ഞപ്പോൾ അതിന് പ്രതികാരം ചോദിക്കാൻ, പ്രത്യാക്രമണം നടത്താൻ ഇന്ത്യക്ക് അവകാശമുണ്ട്. ഇന്ത്യ എങ്ങാനും തിരിച്ച് പാകിസ്ഥാനെ ആക്രമിച്ചാൽ ഇന്ത്യയെ ഞങ്ങൾ ആക്രമിക്കും എന്ന് ബംഗ്ലാദേശ് പറയുന്നു. ഇപ്പോ കാര്യം മനസ്സിലായിട്ടില്ലേ? കാര്യം മനസ്സിലായപ്പോഴേക്കും ആള് അതങ്ങനെ ചില കാര്യങ്ങൾ മനസ്സിലാകുമ്പോഴേക്കും സമയം വൈകിട്ടുണ്ടാകും. 195 പാകിസ്ഥാനി ഉദ്യോഗസ്ഥരെ യുദ്ധ കുറ്റവാളികളായി പരിഗണിച്ച് ശിക്ഷിക്കണം എന്ന നിർദ്ദേശം വെച്ചിട്ടാണ് ഈ 93,000 ആളുകളെ വിടുന്നത്. കാശ്മീർ വിഷയത്തിൽ നിലവിലുള്ള അതിർത്തി അംഗീകരിക്കണം എന്ന ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശത്തെ, അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചിട്ട് ഒരു ഭരണാധികാരിക്കും പാകിസ്ഥാനിൽ തിരികെ പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഭൂട്ടോ ആ ഒരു ആവശ്യത്തെ തള്ളിക്കളയുന്നത്. വെറും കൈയോടുകൂടി തിരികെ പോകാൻ തനിക്ക് കഴിയില്ലെന്നും പഴയതെല്ലാം മറന്ന് പുതിയ ഒരു ഭാവി ഉണ്ടാകുമെന്നും ഭൂട്ടോ നൽകിയ വാക്ക് ശക്തയായിട്ടുള്ള ഇന്ദിരാജി വിശ്വസിക്കുന്നു. തന്നെയുമല്ല, പാകിസ്ഥാനിൽ പോയി എല്ലാവരെയും ബോധിപ്പിച്ച് നിലവിലെ അതിർത്തി സ്ഥിരമായി അംഗീകരിക്കാൻ വഴിയുണ്ടാക്കാം എന്ന വാക്കാൽ ഭൂട്ടോ പറഞ്ഞത് അതേപടി നമ്പിയ പ്രധാനമന്ത്രിയാണ് ശ്രീ ഇന്ദിരാഗാന്ധി. ആപ് മുझे ഭരോസ കീജിയേ, നിങ്ങളെന്നെ വിശ്വസിക്കാൻ. ഇത് പറഞ്ഞ് അങ്ങനെ മുഴുവൻ ആവശ്യങ്ങളും ഒരു പോറൽ പോലും ഏൽക്കാതെ, പാകിസ്ഥാന് സംഭവിപ്പിക്കാതെ ഭൂട്ടോ നേടിയെടുത്തു. ഭൂട്ടോയ്ക്ക് അങ്ങനെ നേടിയെടുക്കാൻ കഴിഞ്ഞതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാരണം കൂടി ഇവിടെ അണ്ടർലൈൻ ചെയ്യണം. അന്നത്തെ സോവിയറ്റ് പ്രസിഡന്റ് ബ്രഷ്നോവ് അല്ലെ, ബ്രഷ്നോവ് ഭൂട്ടോയെ വെറും കൈയോടുകൂടി മടക്കി അയക്കരുത് എന്ന് ഇന്ദിരാഗാന്ധിയോട് നിർദ്ദേശിച്ചിരുന്നു. ബ്രഷ്നോവ് പറഞ്ഞു, ഭൂട്ടോയ്ക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ച് അയക്കാവും, അമേരിക്കയെ പേടിച്ചില്ലേ എന്ന് പറഞ്ഞ് ഇന്ദിരാഗാന്ധിയെ പുകഴ്ത്തുന്ന കോൺഗ്രസുകാർക്ക് സോവിയറ്റ് യൂണിയൻ ചെലുത്തിയ ഈ സമ്മർദ്ദത്തിന് ഇന്ദിരാഗാന്ധി വഴങ്ങിയ ചരിത്രം അറിയില്ലേ? ഇതിൻ്റെയൊക്കെ പരിണിത ഫലവും കൂടി അറിഞ്ഞിട്ട് പോയാൽ മതി. 195 പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരെ കുറ്റവാളികളായി പരിഗണിക്കാമെന്ന് നൽകിയ വാക്കിന് ഒരു 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 പുൽക്കൊടിയുടെ വില പോലും ഭൂട്ടോ നൽകിയില്ല. അവർക്ക് കിട്ടണത് കിട്ടിക്കഴിഞ്ഞില്ലേ? അങ്ങനെ ഒരു ചടങ്ങ് നടന്നുമില്ല. 3 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ തന്നെ മുജീബ് റഹ്മാനെ ഒരു മിലിറ്ററി ഓപ്പറേഷൻ വഴി കുടുംബമടക്കം തീർത്തു കളഞ്ഞു. ഇപ്പോൾ കാശ്മീർ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു പോയ ഭൂട്ടോ അങ്ങനെ ഒരു വാക്ക് പിന്നീട് പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. 1971 ആർമി ചീഫായിരുന്ന സാം മനേക്ഷയോട് ഇന്ദിരാഗാന്ധി വ്യവസ്ഥകൾ അംഗീകരിച്ചു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ ഭൂട്ടോ കുരങ്ങ് കളിപ്പിച്ചു എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. മനേക്ഷ തന്നെ അത് സ്ഥിരീകരിക്കുന്ന വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി കിട്ടും. അതിനകത്ത് മ്യൂസിക് ഉള്ളതുകൊണ്ടാണ് എനിക്കത് കാണിക്കാൻ പറ്റാത്തത്. എന്തെങ്കിലും ഉണ്ട് വീഡിയോ. ഇന്ദിരാഗാന്ധി ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടതിൽ എനിക്ക് അത്ഭുതം തോന്നിയിട്ടില്ല. കാരണം അവരുടെ പിതാവ് നെഹ്റുവാണ്. ജയിച്ചുകൊണ്ടിരുന്ന സൈന്യത്തെ തിരിച്ചു വിളിച്ച് അന്താരാഷ്ട്ര രാജ്യങ്ങളുടെ മുന്നിൽ മാന്യൻ ചമയാൻ വേണ്ടി ഒരു രാജ്യത്തിന്റെ ഭൂമി കൊണ്ടുപോയി നൽകി കാശ്മീരിന്റെ ഭാവി നശിപ്പിച്ച മഹാന്റെ മകൾക്ക്
ഇങ്ങനെ ചിന്തിക്കുന്നതിൽ കുഴപ്പമില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ പപ്പു എന്ന് കളിയാക്കി വിളിക്കുന്ന രാഹുൽ പല രൂപത്തിലുള്ള നാടകം കളിക്കുമ്പോഴും നമ്മളത് മൈൻഡ് പോലും ചെയ്യാതെ വിടാനുള്ള പ്രധാനപ്പെട്ട കാരണവും ഇത് തന്നെയാണ്. കാരണം നെഹ്റു കുടുംബമാണ്. ഇന്ദിരാജി ചെയ്തതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ഇതൊന്നും ഒരു വിഷയമേ അല്ല. അപ്പോ ഇനിയും നരേന്ദ്രമോദിയെ കല്ലെറിയുന്നതിനു മുമ്പ് 140 കോടി ജനങ്ങളുടെ അഭിമാനം സംരക്ഷിക്കുന്നതിനു വേണ്ടി പ്രത്യാക്രമണം നടത്തിയ നരേന്ദ്രമോദിയെ ലോക രാജ്യങ്ങൾ പോലും അംഗീകരിക്കുമ്പോൾ എന്ത് മോദി ചെയ്താലും എതിർത്തിരുന്ന ആളുകൾ പോലും നരേന്ദ്രമോദിജി ആയിരുന്നു ശരി എന്ന് അംഗീകരിക്കുമ്പോൾ ഒരു കൂട്ടം ആളുകൾക്ക് അംഗീകരിക്കാൻ സാധിക്കാത്തത് പഴയകാല ചരിത്രം അവർക്കറിയാത്തത് കൊണ്ടാണ്. അതല്ലെങ്കിൽ ആ ചരിത്രം അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. സാരം